സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി അംഗങ്ങളെ ഞങ്ങൾക്ക് നേടിത്തരിക, മെമ്പർഷിപ്പ് എടുക്കുക. ഇതിൽ ജോയിൻ ബട്ടൺ അമർത്തിയാൽ മെമ്പർഷിപ്പിലേക്ക് പോകാൻ പറ്റും. 89 രൂപ, 199 രൂപ, 1999, അങ്ങനെ വിവിധ മെമ്പർഷിപ്പുകളുണ്ട്. സംഭാവനകൾ നൽകണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും, നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ നല്ല ചർച്ചകൾ നടത്തുന്നു. പലതിനും റിസൾട്ട് ഉണ്ടാവുന്നു, പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നു. എന്തായാലും ഇന്ന് വേറൊരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറയുന്നത്. 1975 ഒക്ടോബർ 2 വേങ്ങര എന്ന് പറയുന്ന, മലപ്പുറത്തെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്യത്തല്ല കേരളത്തിൽ ആദ്യമായി അങ്കണവാടികൾ ആരംഭിക്കുന്നത്. ഇന്ന് ഏകദേശം 14 ലക്ഷത്തോളം അങ്കണവാടികൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം അങ്കണവാടികൾ പ്രൈമറി സ്കൂളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 2 ലക്ഷം. കേരളത്തിൽ 7000-ഓളം അങ്കണവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല, അവർ വാടക കെട്ടിടത്തിലാണ്. വളരെ കുറച്ച് അങ്കണവാടികൾ MLA-യുടെയും MP-യുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അങ്കണവാടികളായിട്ടുണ്ട്. ശരിക്കും ഈ അങ്കണവാടികൾ നടത്താൻ തുടങ്ങിയപ്പോൾ ലോക ബാങ്കിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ശിശു വികസന പരിപാടി രാജ്യത്ത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ യൂണിസെഫിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന, കുട്ടികളുടെ വികസനമൊക്കെ നോക്കുന്ന യൂണിസെഫ് എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള യൂണിസെഫിൻ്റെ സഹായവും സഹകരണവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ അംഗനവാടികൾ തുടങ്ങിയത് എന്തിനാണ്? ഇന്ന് കാണുന്ന കാര്യങ്ങൾക്കേ അല്ല. അംഗനവാടികൾ തുടങ്ങിയത് 3 വയസ്സ് വരെ ക്രഷിൽ പോകും കുട്ടികൾ. 6 മാസം മുതൽ ക്രഷിൽ പോകും കുട്ടികൾ. അത് കഴിഞ്ഞാൽ 3 വയസ്സാകുമ്പോൾ 6 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ സമഗ്രമായ ആ കാലഘട്ടത്തിലുള്ള പോഷകാഹാരങ്ങളോടുള്ള ഒരു പ്രതിപത്തി കൊണ്ടുവരിക, ഒരു ജീവിത ചിട്ട കൊണ്ടുവരിക. അത് ബേസിക്കായി കുറച്ച് കാര്യം പഠിപ്പിക്കലല്ല, വളരെ ബേസിക്കായി പാട്ടിനോടും സംഗീതത്തോടും നൃത്തത്തോടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോടും കലയോടും ഒക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കുക. അല്ലാതെ ആരും 6 വയസ്സിനകത്ത് കലാകാരനാക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ആവശ്യമായ, ഒരാൾ കല്യാണം കഴിക്കുന്ന മുതൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ചാൽ, ഒരു വനിത കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ, ആ ഗർഭം ധരിക്കുന്ന അന്ന് മുതൽ പ്രസവിച്ച് ആ സമയം വരെയുള്ള ഗർഭിണികൾക്ക് കൊടുക്കേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ, മരുന്നുകൾ, സൂചനകൾ, അമ്മമാർക്ക് കൊടുക്കേണ്ട മരുന്നുകളും സൂചനകളും, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സീനിയർ സിറ്റിസൺ, വനിതകൾ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ ആളുകളുടെ ആരോഗ്യം, പോഷകാഹാരം, അതുപോലെ തന്നെ സ്വഭാവശുദ്ധി, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളിലുള്ള വലിയൊരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ കുട്ടികളെ സജ്ജമാക്കുക, പ്രധാനമായി പിന്നെ സ്ത്രീകളെയും അമ്മമാരെയും ഗർഭിണികളെയൊക്കെ സജ്ജമാക്കുക എന്നുള്ള വളരെ വിശാലവും വിപുലവുമായ ഒരു കാഴ്ചപ്പാടാണ് അംഗനവാടികൾക്കുള്ളത്. 50 വർഷം കഴിയുന്നു. ഈ വർഷം 2025 ഒക്ടോബർ 2 ആകുമ്പോൾ 50 വർഷമാകുന്നു. ഈ 50 വർഷത്തിനിടയിൽ അംഗനവാടികൾക്ക് കണ്ണീരിൻ്റെ കഥകൾ മാത്രമാണ് പറയുവാനുള്ളത്. ഒന്ന്, ശമ്പളം തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളിൻ്റെ ശമ്പളം 13,000 രൂപ, അല്ലെങ്കിൽ 13,500 രൂപ. അതിനപ്പുറം ശമ്പളമൊന്നും ആരും വാങ്ങുന്നില്ല. 40 വർഷം 30 വർഷം ജോലി ചെയ്തിട്ട് പെൻഷൻ കിട്ടാത്തവർ പരമാവധി ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അംശാദായം 2023 മുതൽ അംശാദായം കിട്ടാത്തവരാണ് ധാരാളം. അവർ അടയ്ക്കുന്ന 500 രൂപയ്ക്ക് ആദ്യം അവരടച്ചിരുന്ന തുകയ്ക്ക് തുല്യമായ തുക ഗവൺമെൻറ് ഇട്ടിരുന്നു. പിന്നെ കുറേശ്ശെ കൊണ്ടുവന്ന് ഇപ്പോൾ 20% ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ അവസാനം എത്ര കാലമാണ് അവരടയ്ക്കുന്ന പൈസ മാത്രം കൊടുക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടി ചിലപ്പോൾ ഇനി എത്ര കാലം എടുക്കും, ചിലപ്പോൾ കുറച്ച് ഉടനെ തന്നെ വന്നാലും കാരണം അത്രമാത്രം സർക്കാർ വരെ അവഗണിക്കുകയാണ്. പണമില്ല എന്ന ന്യായം പറഞ്ഞ് അവഗണിക്കുകയാണ്. ഫെസ്റ്റിവൽ അലവൻസ് ഓണത്തിന് കൊടുത്തിട്ടില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് ഇട്ടു, സാർ ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ 2 മാസമായി ലീവിലാണ്, ഇത് കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റൂ, ഓപ്പറേഷൻ ആയതുകൊണ്ട് ശമ്പളമില്ലാത്ത ലീവാണ്, എനിക്ക് അലവൻസ് ഇല്ല, ഓണ അഡ്വാൻസ് ഇല്ല, ഫെസ്റ്റിവൽ അലവൻസ് ഇല്ല, ഒന്നുമില്ല സാർ, എനിക്ക് ഓണമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സിമ്പൽ കൂടി ഇട്ടുകൊണ്ട് എനിക്കൊരു സഹോദരി ഇത് അയച്ചു തന്നു. വളരെ വേദനാജനകമാണ് അവരുടെ കാര്യം 50-ാം വർഷത്തിൽ. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്കണവാടി ഫ്രീഡം ഫോറം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. അത് സ്ത്രീകളുടെ ഒരു ഇടമാണ്. അവർക്ക് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ സംസാരിക്കാനും, സർക്കാരിനെ അറിയിക്കാനും, കോടതി അറിയിക്കാനും, പൊതുജനങ്ങളെ അറിയിക്കാനും എല്ലാവരെയും ഒന്ന് ഉണർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അങ്കണവാടി ഫ്രീഡം ഫോറം, കേരള അങ്കണവാടി ഫ്രീഡം ഫോറം, KAF എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പേരിൽ ചെറിയ വ്യത്യാസം വരാം, കാരണം അത് രജിസ്ട്രേഷൻ സമയത്ത് കിട്ടുന്നൊരു പേര് പ്രധാനമാണ്. എന്തായാലും അങ്കണവാടി ഫ്രീഡം ഫോറം
വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ചാനൽ കാണുന്ന, ഈ വീഡിയോ കാണുന്ന പരമാവധി സഹോദരിമാർ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണം. പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഫീസില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോക ചരിത്രത്തിൽ, ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. 85 മുതൽ 90 വീഡിയോകൾ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ഫോളോ അപ്പായിട്ട് അംഗനവാടികളെ സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ മുന്നിലുണ്ട്. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ അവകാശങ്ങൾ വിളിച്ചു പറയുക. നേടാവുന്നതെല്ലാം നേടുക.